അപ്പം നമ്മളെ നാട്ടിൽ പോയിട്ട് വന്നതിനിപ്പം 10 ദിവസത്തെയായിട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ചേച്ചിയുടെ കുട്ടിയുടെ മാമോദിസയ്ക്കാണ് പോയത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ ചെന്നിട്ടുള്ള ആകെ കൂടെ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് നല്ല തിരക്കായിരുന്നു, പിന്നെ അങ്ങനെ എടുത്തില്ല. ആകെ കൂടെ ഒരു വീഡിയോ മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മാമോദീസ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം കറുത്തു പോയില്ലോ, വെയിലത്തൊക്കെ ഇരുന്ന് കരിപാടിച്ചു. അപ്പോൾ എന്താ, പിന്നെ എൻ്റെ വീട്ടിൽ പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളിവിടെ എത്തിയിട്ട് ഞാൻ അന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു കടയുണ്ട്, അവിടെ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാർലിക് ചിക്കൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞാനത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി എനിക്ക് ഭയങ്കര വൊമിറ്റിങ്, ലൂസ് മോഷൻ, വയറുവേദന, നല്ല സീനായിരുന്നു 2 ദിവസത്തേക്ക്. മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ അതാ നേരത്തെ ഞാൻ മരുന്നൊക്കെ കഴിച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഒരുപാടൊന്നും കൊണ്ടുവരാറില്ല. ഏറ്റവും ആദ്യത്തെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരവിന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു. കാരണം ഇവിടെ ഒന്നും കിട്ടില്ല, ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ താമസിച്ച് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കിട്ടാത്തതൊന്നുമില്ല എന്നുള്ളത്. റേറ്റൊക്കെ നാട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതലാണ്, എന്നാലും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ എൻ്റെ അപ്പൻ കുറച്ച് അച്ചാറുകൾ, എൻ്റെ അപ്പൻ അവിടെ നമുക്ക് വീടിൻ്റെ ആ സൈഡിലുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് എൻ്റെ അപ്പൻ്റെ കൊച്ചു കൃഷികളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പപ്പ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ, ഒരുപാടൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാടൊന്നും ഞാൻ കൊണ്ടുവന്നില്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ അത് ശീലമായി, ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ ബൾക്കായിട്ടൊന്നും നമ്മൾ കൊണ്ടുവരാറില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇത് നമ്മുടെ കാന്താരി മുളകാണ് കേട്ടോ. ഇത് എൻ്റെ അപ്പൻ അവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഇത് നമ്മളുടെ വലിയ മുളകില്ലേ, എന്താ പറയുക, നീളമുളകില്ലേ, ഇതും എൻ്റെ അപ്പൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഇത് ലൂബിക്ക. ഈ ലൂബിക്ക എൻ്റെ വീട്ടിലേ അല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ ഷീന ചേച്ചി എന്ന് പറയും, അവരുടെ വീട്ടിൽ ഉണ്ടായതാണ്. ഞാൻ പോയി പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഞാൻ ചെല്ലണേന് മുന്നേ തന്നെ പപ്പയ്ക്ക് കുറച്ച് ലൂബിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അത് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പം ആ ഒരു പകുതിയോളം ഉണ്ടായിരുന്നു, അതിപ്പോൾ തീർന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഉപ്പിലിട്ടത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ആ മരത്തിലുള്ളത് മൊത്തം പറിച്ചെടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാനും ഏട്ടനും കൂടെ പോയിട്ട് പറ്റുന്നത് അത്രയും പറിച്ചെടുത്തു. അപ്പം ഇത് നമുക്ക് അച്ചാറും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പപ്പ പറഞ്ഞു. പപ്പ ഈ മറ്റേ പോലെയല്ല, എൻ്റെ അപ്പൻ അങ്ങനെ വലിയ എന്താ പറയുക, അമ്മമാരുണ്ടാക്കുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് എൻ്റെ അപ്പൻ എപ്പോഴും ഈ ഒരു അച്ചാർ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ അതും സാധാരണ എല്ലാവരും പറയും അച്ചാർ പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല എന്ന്. പക്ഷെ പപ്പ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ പപ്പ ഓൾറെഡി 2 ദിവസം ഉപ്പിലിട്ടിട്ട് ഈ ഒരു കുപ്പിയിൽ നമ്മുടെ ലൂബിക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും എടുത്തുകൊണ്ട് വന്നതല്ല കേട്ടോ, തന്നതാണ്. അപ്പോൾ പപ്പ പറഞ്ഞു ഇത് കുറച്ച് ഉപ്പിലിട്, പിന്നെ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചെടുത്തിട്ട് ഇനി അച്ചാറിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പ ഈ ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടിയാണ് പപ്പ ഇതിലിട്ടേന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രാഹ്മിൻസിൻ്റെ ഒരു പാക്കറ്റും കൂടെ നമ്മൾ മേടിച്ചു. പിന്നെ അതേ ഇഞ്ചി, ഇതും പപ്പ ഉണ്ടാക്കിയതാണ്. പപ്പ ഉണ്ടാക്കിയത് മീൻസ് അവിടെ സ്ഥലത്ത് പപ്പ വെച്ച് പിടിപ്പിച്ച് നട്ടുണ്ടായതാണ്. നമ്മൾ പറമ്പിൽ നിന്ന് ഫ്രഷ് ആയിട്ട് എൻ്റെ അപ്പൻ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് തന്ന് പാക്ക് ചെയ്ത് തന്ന് നമ്മുടെ ഇഞ്ചിയാണ്. ഇന്ന് രാവിലെ നമ്മൾക്ക് ചമ്മന്തി ഉണ്ടാക്കിയില്ല, ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു ഇഞ്ചി പിന്നെ നമ്മളുടെ കാന്താരി മുളക് ഇട്ടിട്ടാണ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ അതേ കുമ്പളങ്ങ, ഇതും എൻ്റെ അപ്പൻ കൃഷി ചെയ്തതാണ്. നമ്മൾ പാക്ക് ചെയ്യണതിന് തൊട്ട് മുന്നേ എൻ്റെ അപ്പൻ പറിച്ചെടുത്ത് തന്നതാണ്. ഇന്ന് ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പകുതി നമ്മുടെ കുമ്പളങ്ങ മോരൊഴിച്ച് എന്തെങ്കിലും വെക്കാം. ഇന്നിപ്പോൾ രാത്രി ചപ്പാത്തി ഇരിക്കപ്പോൾ പരിപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കണം. പിന്നെ അതേ മാങ്ങ ഒരു 4 എണ്ണം. ഓൾറെഡി മാങ്ങ തീർന്നു. അപ്പം അച്ചാറുണ്ടാക്കിയിട്ട് പപ്പ തന്നു വിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ മാങ്ങി കിടന്നതിനൊരു കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത്രയും മതി എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഇപ്പം ഇത്ര അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാനത്
ഉണ്ടാക്കൂല. അപ്പോൾ ഒരു 4 എണ്ണം ഉണ്ട്. പിന്നെ എനിക്ക് കണ്ണിമാങ്ങച്ചാറ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പക്ഷെ നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ണിമാങ്ങച്ചാറ് കിട്ടിയേനെ. ഇനി പപ്പ പറയണുണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും കണ്ണിമാങ്ങ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കും. അടുത്ത വരവിനെ നമുക്കത് എടുത്തിട്ട് വരാം. അപ്പം അങ്ങനെ ഒരു 4 മാങ്ങ, ഇതും വീട്ടിലെ പറമ്പിലുണ്ടായതാണ്. പിന്നെ ഇത് വേപ്പിലക്കട്ടി. വീട്ടിൽ ഒരുപാടുണ്ട്, നമ്മൾക്ക് കറിവേപ്പിലുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഇത് പപ്പ ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ നമ്മളുടെ മാങ്ങച്ചാറ്, ഇതും പപ്പ തന്നെ ഉണ്ടാക്കിയ മാങ്ങച്ചാറാണ്. ഞാൻ ഇതൊന്നും പൊട്ടിച്ചില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഇങ്ങനത്തെ ഒരു നമ്മളുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സിൽവറിൻ്റെ ഒരു പാക്കറ്റില്ലേ, ആ ഒരു 3 ഒരു പാക്കറ്റിൽ ഇട്ടിട്ട് വേറൊരു 2 പാക്കറ്റ് അതിൻ്റെ മേലെ ഇട്ടു. പിന്നെ ഒരു 2 50 പൈസ കവറൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പം അത് നമ്മളുടെ പാക്കറ്റിൽ നിന്ന് പൊട്ടി നമ്മുടെ 50 പൈസ കവറിലേക്ക് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്താണോ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രയ്ക്കൊക്കെ ലീക്കായി. കാരണം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം നമ്മൾ ജസ്റ്റ് റാപ്പ് ചെയ്തോളൂ. അപ്പം നമ്മുടെ 2-3 നല്ല ഡ്രസ്സിലൊക്കെ ഇതിന് എണ്ണ ഇട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. ഒരു 3-4 കവർ വെച്ച് സെക്യൂർ ചെയ്തിട്ടും അത് ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മാങ്ങ അച്ചാറാണ്, എൻ്റെ അപ്പനുണ്ടാക്കിയ മാങ്ങ അച്ചാറാണ്. പിന്നെ ഇത് നമ്മൾ നാട്ടിൽ നിന്ന്, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ ദോശമാവ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേന്ന് പറഞ്ഞില്ലേ. പിന്നെ പച്ചരി ഇവിടുത്തെ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് പച്ചരി 2 കിലോയായിട്ടാണ് ഞാൻ മേടിച്ചോളൂ. കൂടുതലൊന്നും കൊണ്ടൊന്നുമില്ല. വെയിറ്റൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് 25 ആയിരുന്നു ലഗേജിലും, മറ്റത് 7 ആയിരുന്നു. നമുക്ക് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 23-24 വെച്ചിട്ട് നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിട്ട് ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2 കിലോ പച്ചരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1ആണോ 2ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉഴുന്നും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ണിമാങ്ങച്ചാറാണ്. എനിക്ക് അച്ചാറുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ചാർ എന്ന് പറയുന്നത് കണ്ണിമാങ്ങച്ചാറാണ്. ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ എൻ്റെ പപ്പ ഉണ്ടാക്കുന്ന കണ്ണിമാങ്ങച്ചാറുണ്ട്, പണ്ട് മമ്മിയും ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ മമ്മി ഉണ്ടാക്കണേക്കാട്ടിലും നല്ല സൂപ്പറാണ് പപ്പ ഉണ്ടാക്കുന്ന കണ്ണിമാങ്ങച്ചാറ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണത്. അതിൻ്റെ സ്വാദ് എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കണ്ണിമാങ്ങ കിട്ടാത്തത് കൊണ്ട് പപ്പ ഉണ്ടാക്കാറില്ല. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരെ മാറിയിട്ട് അവിടെ ഒരു മനയുണ്ട്. അവിടെ നിന്ന് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു തവണ പപ്പ മേടിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് കണ്ണിമാങ്ങ കിട്ടാത്തത് കൊണ്ട് പപ്പയ്ക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഇത് 1/2 കിലോൻ്റെ പാക്കറ്റാണ്. അങ്ങനെ 2 കിലോ. ഇപ്പം നമ്മുടെ എൻ്റെ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അറിയണ്ടാവും, നമ്മുടെ കാഞ്ഞൂപ്പള്ളി ഉണ്ട്. കാഞ്ഞൂപ്പള്ളീൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വരുന്ന ഒരു വഴിക്കാണ്. അവിടെ ആരോട് ചോദിച്ചാൽ അറിയണ്ടാവും, ഇങ്ങനെ അച്ചാറ് വിൽക്കുന്ന ഒരു നമ്പൂതിരീസാണ്. അപ്പം ഈ ഒരു 1/2 പാക്കറ്റിൻ്റെയാണ് അവർക്ക് ഉള്ളത്. അങ്ങനെ പറഞ്ഞു. ഒരു പാക്കറ്റ് എനിക്കില്ല, അല്ല 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ് ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ 2 പാക്കറ്റ്, ടോട്ടൽ 1 കിലോ നമ്മൾ വാങ്ങി. 1/2 കിലോൻ്റെന് അവർക്ക് 180 രൂപയാണ് 1/2 കിലോൻ്റെ പാക്കറ്റിന് വരുന്നത്. പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അപ്പൻ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പക്ഷെ ഇതും സൂപ്പറാണ്. ഇനിയിപ്പോൾ അടുത്ത വരവിന് എനിക്ക് തോന്നുന്നു പപ്പ കണ്ണിമാങ്ങച്ചാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ അല്ലാണ്ട് അല്ലറ ചില്ലറ ഞാൻ നമ്മളുടെ ഫ്രോക്ക് നൈറ്റീസ് ഇല്ലേ, അതൊരു 2-3 ഒത്തിരി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുപ്പിവളകൾ, എനിക്ക് കുറച്ച് ഇടയ്ക്ക് ഒരു കാലത്ത് കുപ്പിവള നല്ല ഇഷ്ടമായിരുന്നു. പൊട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് കൊണ്ടുവന്നത്. ഞാൻ കഴിഞ്ഞ തവണ വരവിന് എനിക്ക് എൻ്റെ വള, മാല, കുറേ കമ്മലുകൾ, ഇതൊന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ റാപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് കൂടിയിട്ട് അങ്ങനെ തന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പം അതൊക്കെ കൂടെ കൊണ്ടുവന്നു. എനിക്കൊന്നും വളയൊക്കെ പൊട്ടാണ്ട് കിട്ടി. പക്ഷെ നമ്മളുടെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫ്രെയിം, ഇത് ഞങ്ങളുടെ മനസ്സമ്മതത്തിൻ്റെ ഫോട്ടോ ആണ്. ഇത് ഏട്ടൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ക്രൗൺ പ്ലാസയിൽ നിന്ന് ഏട്ടൻ റിസൈൻ ചെയ്ത് പോന്നപ്പോൾ അവിടുത്തെ ഏട്ടൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടെ വരച്ചു തന്നതായിരുന്നു. ഇവിടെ ചില്ലുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഒരു തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നേ. കൂടാതെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വേറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതൊന്നും പൊട്ടിയില്ല. ഇതിങ്ങനെ ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഏട്ടൻ ചില്ല് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചു. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ഇവിടെയൊന്നും ഇത് ഫ്രെയിം ചെയ്യേണ്ടതില്ല. കരാമലോട്ട് എങ്ങാനും പോണ സമയത്ത് നമ്മൾക്ക് അതൊന്ന് ചില്ലിട്ട് വെക്കണം. അപ്പം പിന്നെ ഇത്രയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പിന്നെ ഇതൊന്നും പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. എനിക്ക് ആകെ കൂടെ കണ്ണിമാങ്ങച്ചാറ് മാത്രം കൊണ്ടുവരണം, പിന്നെ പച്ചരിയും ഉഴുന്നൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഈ മറ്റ് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എൻ്റെ അപ്പൻ തന്ന് വിട്ടതാണ്. അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പം ഇതൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ കുറേ. നല്ല രസമുണ്ട് അവിടെ അങ്ങനെ നിൽക്കണ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ
കുമ്പളങ്ങ, പിന്നെ എൻ്റെ അപ്പന് വെണ്ടയ്ക്ക അതൊക്കെ ഉണ്ട്, പിന്നെ അതൊന്നും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് സമയം പോലെ നമ്മളുടെ ലൂബിക്കൊക്കെ ഉപ്പിലിട്ടിട്ട് വെക്കണം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ചാറുണ്ടാക്കണം. ഞാൻ വിചാരിച്ചു ആദ്യം എന്താണ് നമ്മൾ സാധാ അച്ചാറൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ പപ്പ ഇത് ഈ ബ്രാഹ്മിൺസിൻ്റെ ഇത് തന്നെ വെച്ചിട്ട് കാണണ്ടോ ഉണ്ടാക്കി തന്നതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാകുമ്പോൾ വെറുതെ ഈ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് സെറ്റ് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ഉപ്പിലിട്ടിട്ട് അങ്ങ് വെക്കാം. ഈ മാങ്ങ പപ്പ തന്നു വിട്ടത് നമ്മുടെ അച്ചാറുണ്ടാക്കിയതിൽ കുറച്ച് ഉപ്പ് കൂടുതലാണ്, അപ്പം അതാക്കാന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇതൊന്നും ഇപ്പെടുക്കാൻ വഴിയില്ല, ഓരോന്നോരോന്നായിട്ട് തീരല്ലുള്ളൂ. മാങ്ങ മിക്കവാറും ഞാൻ കറി വെക്കുകയുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്വരാജിന് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കൂടാണ്ട് അവനും ആ പാക്കറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അച്ചാറ്, മാങ്ങച്ചാറ് ഞാനത് കഴിച്ചു നോക്കി. പിന്നെ നെയ്യ്, വീട്ടിലുണ്ടാക്കിയ നെയ്യ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ്. ഒരു സാധനം കൂടെ ഞാൻ കൊണ്ടുവന്നോട്ടോ, അത് ഈ ഒരു ഇത് നമ്മുടെ അവിടെ തറവാട്ടിൽ വീട്ടിലുള്ളതാണ് കേട്ടോ. ഇതിന് നമുക്ക് മണ്ണും അങ്ങനെയൊന്നും വേണ്ട. നമ്മളൊരു കുപ്പിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് വെച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് സംഭവം വളർന്ന് വേരൊക്കെ പിടിച്ച് വന്നോളും. അപ്പം ഞാൻ തറവാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ കുപ്പിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ കുറേ കുപ്പി ഇരിക്കണുണ്ടെന്ന് അറിയേ. അപ്പം ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഫാബ്രിക് പെയിൻറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഈ തവണ ഞാൻ പോയി വന്നപ്പം എൻ്റെ ഇരിക്കുന്ന ഫാബ്രിക് പെയിൻറ്റും കൊണ്ടുവന്നു, ഒരു 3-4 ബ്രഷും കൂടെ ഞാൻ പുതിയത് മേടിച്ചു. അപ്പം ഇത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ തണ്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൽ വേരൊക്കെ അങ്ങ് വന്നോളും. മണ്ണിൽ വെക്കണതാവുമ്പോഴല്ലേ നമ്മൾക്ക് പണി കിട്ടുക. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് മേടിച്ചതൊക്കെ എൻ്റെ ഇൻഡോർ പ്ലാന്റ് അടക്കം എല്ലാം എൻ്റെ ചീറ്റിപ്പോയി. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങ് ഇരുന്നോളും. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇത്രയും കണ്ട 50 പൈസ കവറിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് പുറത്തിറക്കിയപ്പോൾ ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചത് നല്ല ഫ്രഷ് ആയിട്ട് സംഭവം ഇരിക്കുന്നുണ്ട്. അപ്പം അത് ഇതും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാൻ വന്ന ഉടനെ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്നാണ് ഞാൻ ഇതുപോലെ നിൽക്കുന്നത്. വന്ന് അന്ന് 2 ദിവസം മുതൽ ഞാനിങ്ങനെ ചതനേന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേയിരുന്നു. അപ്പോൾ ഇന്നെനിക്കിനി സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ നാളെയൊക്കെ ആയിട്ട് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. പക്ഷെ നാളെ നമുക്കൊരു പരിപാടി ഉണ്ട്. ഇവിടെ ഏട്ടൻ്റെ ഹോട്ടലിലെ മാനേജർ റിസൈൻ ചെയ്ത് പോവാം. അപ്പം ഏട്ടൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടെ ആൾക്കൊരു ഫെയർവെൽ പാർട്ടി പോലെ ഇവിടെ കൂടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ അവർക്ക് ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഈവനിങ് മുതൽ വെളുപ്പിന് വരെ ഇവിടെ ആൾക്കാരുണ്ടാവും. നാളെ പക്ഷേ ഏട്ടന് ഓഫാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇത്രേ ഉള്ളൂ, ഇനി വേറെ ഒന്നുമില്ല. ഡ്രസ്സൊന്നും ഞാൻ കാണിക്കണമെന്നില്ല. മറ്റേ ഇടുമ്പോൾ കാണിക്കാം. നമ്മുടെ ഫ്രോക്ക് നൈറ്റീസ് ഇല്ലേ, 200-300 250 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിന്. പിന്നെ ഞാൻ കുറച്ച് 2 കളർ തുണികൾ കൂടെ മേടിച്ചു. ഞാൻ മറ്റേ റീൽസൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നല്ല ഭംഗിക്ക് വരണില്ല. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു എൻ്റേതായിട്ടുള്ള രീതിയിൽ അത് നല്ല ഭംഗിയിൽ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ എന്തെങ്കിലും റീൽസോ ഡാൻസൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 2 കളർ തുണി മേടിച്ചിരുന്നു. പക്ഷെ അതും തികയോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മീറ്റർ കണക്ക് എനിക്കൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മേടിച്ചു കൊണ്ട് വന്നു. പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ. നമ്മളുടെ കഞ്ഞി ചൂടായിട്ടുണ്ട്, കുറേ ഉണ്ട്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നറിയില്ല. കഞ്ഞി, പിന്നെ നമ്മളുടെ കണ്ണിമാങ്ങച്ചാറും, ഇത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ നമുക്ക് രാത്രിയിലത്തേക്ക് ചപ്പാത്തിയാണ്, പിന്നെ പരിപ്പ് കറി വെക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും അരച്ച് വെക്കണം. അപ്പം അത്രയൊക്കെയുള്ളൂ. ഞാനിങ്ങിരുന്ന് കഞ്ഞി കുടിക്കട്ടെ. ഇതിൽ കഞ്ഞി ചെറുപയറും ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇടാന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പം അമ്മ പറയണ്ടേ വയറിന് സുഖമില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ കഞ്ഞിയാക്കിയത്. ഇനി തേങ്ങ ഇട്ടാൽ ചിലപ്പം നല്ലതാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇച്ചിരി ചെറുപയറും അരിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പയറിന് അസുഖമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പം ഞാനിത് കണ്ണിമാങ്ങച്ചാറും കൂട്ടത്തിൽ എൻ്റെ അളിയൻസും കൂടെ കണ്ടിട്ട് ഞാനപ്പം കഞ്ഞി കുടിക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടാറ്റാ.